ചേച്ചി കുറച്ച് മട്ടന. എന്താ ചേച്ചി കാലത്തന്നെ ഒരു പോച്ചല്? അവളൊരു മണ്ടൂസ ചേച്ചി. ഓ, അപ്പോ അവളത് നിന്റെ അടുത്ത് എത്തിച്ചു അല്ലേ? ഏയ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. മുഖത്തൊരു മാട്ടം കണ്ടപ്പോ കാരണം ചോദിച്ചു. ഞാൻ നിർബന്ധിച്ചപ്പോ പറഞ്ഞെന്നുള്ളൂ. എന്നാലും വിവരം പറഞ്ഞല്ലോ. മോഹൻ അറിയോ ഈ വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു? ഞാൻ സുഖേട്ടനോട് ഒന്നും പറയാറില്ലല്ലോ. ഈ കാതി കൂടെ കേട്ട് ഈ കാതി കൂടെ വിടും. നമ്മളെ തമ്മിൽ അടുപ്പിക്കാനാ ശൈലജയ്ക്ക് ആഗ്രഹം. എന്താ ചേച്ചി ഇത്? ഞാൻ പറഞ്ഞിട്ടില്ല അവൾ ഒരു മണ്ടൂസും പാവമാണെന്ന്. എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്നാളെ ഒരു ദിവസം സുഖേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ അവൾ ആ നടുവിലത്തെ മുറിയിലിരുന്ന് കാലും കയറ്റി വെച്ചിട്ട് മാഗസിൻ വായിക്കുക. എന്നാ സുഖേട്ടനെ കണ്ടിട്ടൊന്ന് അനങ്ങ. ശൈലജയോ? എന്നാ അവള് തീർച്ചയായിട്ടും സുഖേട്ടനെ കണ്ടു കാണില്ല. അപ്പൊ ഞാൻ നുണ പറയണമെന്നല്ലേ? മോന, അവക്ക് എന്നെയോ സുഖേട്ടനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവക്ക് ജോലിയുണ്ട്. നിന്റെ ഭാര്യ നീ ന്യായീകരിക്കില്ലുള്ളൂ. എന്നാലേ അത് അവൾ അപ്പൊ തന്നെ ഭർത്താവിന്റെ കാതിൽ എത്തിച്ചു. എത്തിക്കാൻ മാത്രം അതിലൂടെ ഒന്നും ഉണ്ടായില്ലോ ചേച്ചി. ഉണ്ടായില്ലേ പിന്നെ നീ എന്തിനാ എന്റെ മേക്കിട്ട് കയറാൻ വന്നത്? എന്റെ മോക്ക് ഞാൻ 2 അടി കൊടുത്തു. അവളുടെ അച്ഛനും അമ്മയും VCR വാങ്ങാൻ കഴിവില്ലാത്തവരാണെന്ന് അവള് മനസ്സിലാക്കട്ടെ. എന്തൊക്കെയാ പറയുന്നത്? മോന, എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 പെമ്മക്കളാ. 3 പേരെയും കെട്ടിച്ചു വിട്ടപ്പോ സ്ഥിതി മോശമായി. ഞങ്ങള് പണമില്ലാത്തവരാണെന്ന് നീ നിന്റെ ഭാര്യയോട് പറഞ്ഞു കാണും. അതുകൊണ്ട് അവക്ക് ഞങ്ങളെ തീരെ വിലയില്ലാത്തത്. കൊച്ചുകുട്ടിയല്ലേ, അവക്ക് എന്തറിയാം? ഇനിയും ചിലപ്പോ ശൈലജയുടെ VCR തൊട്ടെന്നിരിക്കും. ഇപ്പൊ ഇത്രയും മാത്രമേ സംഭവിച്ചുള്ളൂ. നാളെ എന്റെ മോളെ അവള് തല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. കല്യാണത്തിന് മുമ്പ് എന്റെ മുഖത്ത് നേരെ നോക്കിയിട്ടില്ല മോന്. അവനാ ഇന്ന് എന്നോട് വഴക്കിന് വന്നത്. അവന്റെ എച്ചിൽ പാത്രം വരെ കഴിയിട്ടുള്ളവളല്ലേ ഞാൻ. അത് അവൻ ഓർത്തോ? അവള് പണക്കാരിയായതുകൊണ്ട് അമ്മ അവളുടെ ഭാഗത്താ. എന്ത് ചെയ്യാം? ഞാനൊരു പാവ സ്കൂൾ മാഷിന്റെ മോളായി പോയില്ലേ. കാഞ്ചനെ, നീ ഒന്ന് കരയാതിരിക്കുക. എന്റെ വിഷമം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ ഈ നരകത്തിൽ തന്നെ കഴിഞ്ഞോളാം. പക്ഷെ എന്നെ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കരുതെന്ന് ഇവിടെ ഉള്ളവരോട് സുഖേട്ടനൊന്ന് പറയണം. അത്രേ വേണ്ടു.